ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് തൈര് ഉണ്ടാക്കിയാലോ വീട്ടിൽ നിന്ന് തന്നെ. അതിന് കുറച്ച് പാലും കുറച്ച് തൈരും വേണം. പാലെടുക്കാം, അത് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാൻ വെക്കാം. അപ്പം പതിച്ച് വന്നു കഴിഞ്ഞാൽ അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിടെ വെക്കാം. എന്നിട്ട് ഒരു ജാറോ ബോട്ടിലോ എന്തോ എടുക്കാം. ഇതിന് ഓൾറെഡി തൈര് കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം ആക്കി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 സ്പൂണ് തൈരുണ്ട്. അപ്പോൾ പാലയിൽ ഒഴിക്കാം. അതിൽ കുറച്ച് സമയം ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് തണുത്ത് അതിൽ നിന്ന് കുറേ പാടകളെല്ലാം വന്ന് അപ്പോൾ അത് നമുക്ക് അരിച്ച് കളയണം. അപ്പോൾ തൈരിൻ്റെ ബോട്ടിൽ അതിൽ കുറച്ച് തൈര് ഒഴിക്കാം. 2 സ്പൂണോ 3 സ്പൂണോ തൈര് ഒഴിക്കാം. പുളിയുള്ളതോ പുളിയില്ലാത്ത ഏത് തൈരും ആവാം. അത് കുറച്ച് ഒഴിക്കാം. ഗ്ലാസ് ജാറാവാം, സ്റ്റീലിൻ്റെ പാത്രമാവാം, ഏത് പാത്രം എടുക്കാം. അതിലൊരു അരിപ്പ വെക്കാം. എന്നിട്ട് അതിൽ പാല് ഊറ്റിയെടുക്കാം. പാടവത്തതെല്ലാം അതിൽ ഊറ്റിയെടുത്ത് തരാം. ആ പാടവത്തതെല്ലാം അരിപ്പയിൽ നിന്ന് പാല് മൊത്തം താഴോട്ടും പോയി. ഒരു സ്പൂൺ ഇട്ടിട്ട് നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. തൈരും പാലും മിക്സ് ചെയ്യാം. എന്നിട്ട് മൂടിയിട്ടിട്ട് നമുക്ക് കബോർഡിലോ എവിടെയെങ്കിലും നമുക്ക് ഒരിടത്ത് സൂക്ഷിച്ച് വെക്കാം. പുറത്ത് വെക്കുന്നതിനെക്കാട്ടി നല്ല കുറച്ച് ചൂടുള്ള ഏരിയയിൽ വെക്കുന്നതാണ് നല്ലത്. കബോർഡിലായിട്ട് വെക്കുന്നതായിട്ട് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ 6 to 7 hours തൈരാകും. പക്ഷെ പുളി ഉണ്ടാവില്ല. പുളി വേണമെങ്കിൽ ഒരു 24 hours കഴിഞ്ഞിട്ട് ഇതാക്കുന്നത് നല്ലത്. 24 hours എടുത്തതിന് നല്ല നാട്ടിലത്തെ പുളിയുള്ള തൈരാകും. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും ഇത് വെള്ളം പോലെ ഉണ്ടല്ലോ, ഇതായിട്ടില്ലേ, അങ്ങനെയെല്ലാം തോന്നും. നമ്മൾ സ്പൂൺ ഇട്ടിട്ട് ഇളക്കി നോക്കുമ്പോൾ എനിക്കറിയില്ല, കുറച്ച് കട്ടിയായിട്ടുണ്ട്. ആ ദിവസം കൂടുന്നോറും അതിൻ്റെ വീര്യം കൂടിക്കൂടി വരും, പുളിയും കൂടിക്കൂടി വരും. ഒരു 6 to 7 hours തൈരായിട്ടുണ്ടാവും. ഡോണ്ട് വറി, ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടമായില്ലെങ്കിൽ കമൻസിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.